ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് പാല്, അതായത് 500 ml പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. പാല് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ചേരുവയൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. അതും 6 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും പാൽ ഇവിടെ നിന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഇതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് കുറച്ച് തിക്കായി വരും കേട്ടോ, ഒന്ന് ടൈറ്റായിട്ട് വരും. അതുവരെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ച് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് തിക്കായിട്ടും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു രീതി ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കങ്ങ് എടുത്തു മാറ്റാം കേട്ടോ. എടുത്തു മാറ്റിയിട്ട് അപ്പം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ. ഗ്ലാസിൻ്റെ തന്നെ വേണം എന്നില്ല, സ്റ്റീൽ പാത്രം ആയാലും മതിയാവും. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോൾ നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്. അടച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ 2 മണിക്കൂറാണ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം. ഞാനിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇനി കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആവശ്യമെങ്കിൽ പാൽപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പാൽപ്പൊടിയിൽ കോട്ട് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പാൽപ്പൊടി ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർ ചെയ്യണം എന്നില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവകൾ മാത്രം മതിയാവും. പാൽപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ പലതരം പുഡിങ്ങിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടും കൂടി നോക്കണേ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ വേണ്ട. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.